ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ വസതിയിലിരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസായിട്ട് എടുത്തിട്ടും തീർന്നില്ല. ഇനി ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത്. അപ്പോൾ അത് ഗവൺമെന്റ് ഇതെല്ലാം വളച്ചൊടിക്കുകയും എന്തിനാ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണ കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ല, പരിഹാരം ഉണ്ടാകണമല്ലോ. വിദ്യാഭ്യാസ രംഗത്തെ പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായ സംഭവം നിസ്സാരമായ ഒരു കാര്യം ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ്. ഒരു കാരണവശാലും അത്തരം നിസ്സാരമായ വിഷയങ്ങൾ അപ്പം തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുത്തതിൻ്റെ പേരിലുണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ എന്തിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും പ്രശ്നം ഉണ്ടാക്കിയത്? അവിടെയുള്ള ജീവനക്കാരെ പോയി തല്ലിയത്, അവരെ മുറിയിൽ അടച്ചിട്ട് കൂട്ടിയെന്തിന്? അപ്പോൾ വിഷയങ്ങൾ തീർക്കണ്ടേ? ഇപ്പം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്തല്ലോ. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്താൽ തീരില്ല, ചിലപ്പോൾ 2 പ്രാവശ്യം ചർച്ച ചെയ്താൽ തീരില്ല. ചർച്ച ചെയ്ത് തീർക്കണം, വിഷയം തീർക്കണം. ഞങ്ങൾ ഏതെങ്കിലും പ്രതിപക്ഷം എടുക്കുന്ന സ്റ്റാൻഡാണോ ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തത്? സാധാരണ പ്രതിപക്ഷമാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവരൊക്കെ ആയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ച് വീണ്ടും ആളി കത്തിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ പറഞ്ഞാൽ ഇത് പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇതിൻ്റെ വിക്ടിംസായിട്ട് ഇരകളായി മാറുന്നത് യൂണിവേഴ്സിറ്റിയും. എന്തൊരു മെസ്സേജാണ് കൊടുത്തത് കേരളത്തിന് പുറത്തേക്ക്, കേരളത്തിലെ സർവകലാശാലകളെ പറ്റി ഈ സമരവും ഈ വിഷയവും ഈ ബഹളങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ ഇത് സെറ്റിൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചല്ലോ, മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സംസാരിച്ചല്ലോ. അപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് സമരം അവസാനിച്ചല്ലോ, സമരമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പരിഹരിക്കപ്പെടണ്ടേ? പരിഹരിക്കാൻ ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. സർക്കാർ മുൻകൈയെടുത്ത് സർക്കാർ അത് പരിഹരിക്കണം. ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ ഗവർണർ അവലംബിച്ചാൽ, ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഗവർണർ അവലംബിച്ചാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യണം. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. വൈസ് ചാൻസലർമാരുടെ നിയമനവുമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പാനലിൽ നിന്ന് താൽക്കാലിക VC-മാരെ നിയമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താൽക്കാലിക VC-മാരെ നിയമിക്കുന്നതിന് ഗവൺമെന്റ് പാനൽ കൊടുക്കണം. സുപ്രീം കോടതി ഉത്തരവിനെ ഗവർണർക്ക് ലംഘിക്കാൻ പറ്റുമോ? ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് സെറ്റിൽമെന്റ് ആയിരുന്നു. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി VC ഞാൻ ചോദിച്ചതുപോലെ RSSകാരനാണെന്ന് പറയും. ഇദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി VC ആക്കിയത് ആരാ? RSSന്റെ ജ്ഞാനസഭയ്ക്ക് 2 വൈസ് ചാൻസലർമാർ പോയ 5 പേര് പോയെന്ന് പറഞ്ഞു. അത് 2 പേര് പിണറായി സർക്കാർ അപ്പോയിന്റ് ചെയ്ത വൈസ് ചാൻസലർമാരാണ്, 2 പേര്. അപ്പോൾ RSSകാരെയാണോ അന്ന് പിണറായി സർക്കാർ വൈസ് ചാൻസലർമാരായിട്ട് വെച്ചത്? അല്ലേ ഗവർണറുമായിട്ടുള്ള ധാരണയിൽ ഒന്ന് നിങ്ങൾക്ക്, ഒന്ന് എനിക്ക്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ധാരണയിലാണോ വെച്ചത്? ആണോ? 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 അതാണ് ചോദിച്ചത്. നിങ്ങളാണ് പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടിക്കാരാണോ പറഞ്ഞത് ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ VC RSSകാരാണ്, ഞങ്ങളല്ല പറഞ്ഞത്. ആളെ അപ്പോയിന്റ് ചെയ്തത്, ആദ്യം അപ്പോയിന്റ് ചെയ്ത് പിണറായി സർക്കാരാണ്. ഗവൺമെന്റ് കൊടുത്ത പാനലിൽ നിന്നാണ് വെച്ചത്. ഡോക്ടർ ഹാരിസിനെ കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനുള്ള പീഡനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഗവർണർ സർക്കാർ പോരിലും പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്.